ഹായ് ഫ്രണ്ട്സ്, കേരള പി എസ് സിയുടെ 10ാം ക്ലാസ് ബേസ് ആയിട്ടുള്ള എക്സാമുമായി ബന്ധപ്പെട്ട് മുൻവർഷ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഇത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 75/2011. ഇടുക്കി ജില്ലയിൽ 2011 LDCക്ക് ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എം വിശ്വേശ്വരയ്യ. എം വിശ്വേശ്വരയ്യയാണ് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. മെഹ്ലനോബിസിൻ്റെ ജന്മദിനമായ ജൂലൈ 29 സ്റ്റാറ്റിസ്റ്റിക്കൽ ദിനമായി ആചരിക്കുന്നുണ്ട്. ഓസോൺ കവചം ഉൾക്കൊള്ളുന്ന അന്തരീക്ഷപാളി സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ കവചം സ്ഥിതി ചെയ്യുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥി. തൈറോയ്ഡ് ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. ഏപ്രിൽ 17 ലോക ഹീമോഫീലിയ ദിനം. ആദ്യമായി ഓസ്കാർ പുരസ്കാരം ലഭിച്ച ഇന്ത്യക്കാരൻ. ഇതിന് ശരിയുത്തരമല്ല. ഓസ്കാർ പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യൻ ബാനു അത്തയ്യാണ്. 1982 ഗാന്ധി എന്ന സിനിമയുടെ വസ്ത്രാലങ്കാരത്തിന്. 1992 സത്യജിത് റേക്ക് ഓണററി ഓസ്കാർ ലഭിച്ചു. പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ഭാരതരത്നം എന്നീ 4 അവാർഡുകളും ലഭിച്ച ആദ്യ വ്യക്തി സത്യജിത് റായാണ്. ഇന്ത്യക്കാർ ഓസ്കാർ വേദിയിൽ ചരിത്രം കുറിച്ച വർഷമായിരുന്നു 2008. AR റഹ്മാൻ അദ്ദേഹത്തിന് മികച്ച പശ്ചാത്തല സംഗീതം, മികച്ച ഗാനം, കൂടാതെ റസുൽ പൂഗട്ടി ശബ്ദമിശ്രണം, ഗുൽസാർ മികച്ച ഗാനം എന്നിവർ ഓസ്കാറിന് അർഹരായി. സ്ലം ഡോഗ് മില്യനെയറിലൂടെയാണ് ഇവർക്ക് ബഹുമതികൾ ലഭിച്ചത്. 1957 ആദ്യ കേരള മന്ത്രിസഭയിലെ വ്യവസായ വകുപ്പ് മന്ത്രി KP ഗോപാലൻ. KP ഗോപാലനായിരുന്നു 1957 ആദ്യ കേരള മന്ത്രിസഭയിലെ വ്യവസായ വകുപ്പ് മന്ത്രി. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം ഏറ്റവും കുറവ് അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖയിൽ. ഭൂമധ്യരേഖയിലാണ് ഗുരുത്വാകർഷണ ബലം ഏറ്റവും കുറവ് അനുഭവപ്പെടുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന ദ്വീപുകളുടെ എണ്ണം. ഈ ക്വസ്റ്റ്യൻ ഉത്തരമല്ല, ഒഴിവാക്കിയതാണ്. 3 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങളാണ് ഉപദ്വീപുകൾ. ലോകത്തിലെ ഏറ്റവും വലിയ ഉപദ്വീപ് അറേബ്യൻ ഉപദ്വീപാണ്. ലോകത്തിൽ ഏറ്റവും നീളം കൂടിയ ഉപദ്വീപ് ഇന്ത്യൻ ഉപദ്വീപാണ്. ഉപദ്വീപുകളുടെ വൻകര എന്ന് വിളിക്കപ്പെടുന്നത് യൂറോപ്പിനെയാണ്. യൂറോപ്പിലെ ഏറ്റവും വലിയ ഉപദ്വീപ് സ്കാൻഡിനേവിയൻ ഉപദ്വീപാണ്. ഏറ്റവും നീളം കൂടിയ ഉപദ്വീപായ ഇന്ത്യൻ ഉപദ്വീപിന്റെ ചുറ്റിലുമായി സ്ഥിതി ചെയ്യുന്നത് അറബിക്കടൽ, ബംഗാൾ ഉൾക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രം എന്നിവയാണ്. ഭൂമിയിലെ ഏറ്റവും വലിയ ദ്വീപ് ഗ്രീൻലാൻഡ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് സമൂഹം ഇന്തോനേഷ്യയാണ്. ബിഹു എന്ന നൃത്തരൂപം ഏത് സംസ്ഥാനത്തെ കലാരൂപമാണ്? ആസാം. ആസാമിന്റെ കലാരൂപമാണ് ബിഹു. ബീഹാറിന്റെ കലാരൂപം ജനജദിൻ. ജനജദിനാണ് ബീഹാറിന്റെ നൃത്തരൂപം. അതേപോലെ മിസോറാമിന്റെ ഒരു നൃത്തരൂപമാണ് ബാംബു നൃത്തം. മിസോറാമിന്റെ ബാംബു നൃത്തമാണ്. കേരളത്തിന്റെ നൃത്തരൂപങ്ങൾ മോഹിനിയാട്ടം, ഓട്ടംതുള്ളൽ, കഥകളി എന്നിവയാണ്. പഞ്ചാബിന്റെ ഭംഗ്രയാണ്. ഹിമാചൽ പ്രദേശിന്റെ നാട്ടി, രാസലീല എന്നിവയാണ്. യക്ഷഗാനം കർണാടകയുടേതാണ്. ചൈതന്യഭൂമി ആരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ്? ഈ ചോദ്യത്തിന് ഉത്തരമില്ല. ചൈത്രഭൂമി എന്നാണെങ്കിൽ അംബേദ്കറുടെ അന്ത്യവിശ്രമ സ്ഥലമായിരിക്കും. അംബേദ്കറുടെ അന്ത്യവിശ്രമ സ്ഥലം ചൈത്രഭൂമിയാണ്. കർമ്മഭൂമി, ഉദയഭൂമി എന്നിങ്ങനെ അറിയപ്പെടുന്നത് KR നാരായണന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ്.
ഉദയ്ഭൂമി, കർമ്മഭൂമി എന്നിങ്ങനെ കെ.ആർ. നാരായണന്റെ അന്ത്യവിശ്രമ സ്ഥലം അറിയപ്പെടുന്നു. ചരൺ സിംഗിന്റെ അന്ത്യവിശ്രമ സ്ഥലം കിസാൻഘട്ട് ആണ്. കിസാൻഘട്ട് ചരൺ സിംഗിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ്. അഭയ്ഘട്ട് മൊറാർജി ദേശായിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ്. മൊറാർജി ദേശായിയുടെ അന്ത്യവിശ്രമ സ്ഥലം അഭയ്ഘട്ടാണ്. രാജ്ഘട്ട് മഹാത്മാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ്. മഹാത്മാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലം രാജ്ഘട്ടാണ്. വിഷൻ 2020 ഏതു സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആസിയാൻ. ആസിയാനുമായി ബന്ധപ്പെട്ടതാണ് വിഷൻ 2020. ഡ്രീംസ് ഫ്രം മൈ ഫാദർ എന്നത് ആരുടെ ആത്മകഥയാണ്? ബാരക് ഒബാമ. ബാരക് ഒബാമയുടെ ആത്മകഥയാണ് ഡ്രീംസ് ഫ്രം മൈ ഫാദർ. മൈ ടൈംസ് എന്നത് ജെ.ബി. കൃപലാനിയുടെ ആത്മകഥയാണ്. മൈ സൈഡ് എന്നത് ഡേവിഡ് ബെക്കാമിന്റെ ആത്മകഥയാണ്. സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയാണ് സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി. രാജ്ഘട്ടിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിസഭ മൊറാർജി ദേശായിയുടെ മന്ത്രിസഭയാണ്. ഏറ്റവും കൂടിയ പ്രായത്തിൽ പ്രധാനമന്ത്രി പദം വഹിച്ചത് മൊറാർജി ദേശായിയാണ്. പാകിസ്ഥാനുമായി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം? രാജസ്ഥാൻ. രാജസ്ഥാനാണ് പാകിസ്ഥാനുമായി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഫ്രഞ്ച് ഗയാന ഏത് രാജ്യത്താണ്? ഇതിന് ശരിയുത്തരമല്ല. ബ്രസീൽ, സുരിനാം എന്നീ രാജ്യങ്ങളുടെ അതിർത്തിയാണ് ഫ്രഞ്ച് ഗയാന. ഫ്രാൻസിന്റെ അധീനതയിലാണ് ഫ്രഞ്ച് ഗയാന. യൂറോപ്പിലും ഏഷ്യയിലുമായി വ്യാപിച്ചു കിടക്കുന്ന രാജ്യമാണ് റഷ്യ. ഒരേ വർഷം ഗോൾഡൻ സ്ലാം നേടിയിട്ടുള്ള ഏക ടെന്നീസ് താരം? സ്റ്റെഫി ഗ്രാഫ്. സ്റ്റെഫി ഗ്രാഫ് ആണ് ഒരേ വർഷം ഗോൾഡൻ സ്ലാം നേടിയിട്ടുള്ള ഏക ടെന്നീസ് താരം. പുരുഷന്മാർക്കുള്ള ലോക ടീം ടെന്നീസ് ചാമ്പ്യൻഷിപ്പാണ് ഡേവിസ് കപ്പ്. വനിതകൾക്കുള്ള ടീം ടെന്നീസ് ചാമ്പ്യൻഷിപ്പാണ് ഫെഡ് കപ്പ്. പുരുഷന്മാരും സ്ത്രീകളും സംയുക്തമായി പങ്കെടുക്കുന്ന ടീം ചാമ്പ്യൻഷിപ്പാണ് ഹോഫ്മാൻ കപ്പ്. ഒരേ വർഷം എല്ലാ ഗ്രാൻഡ് സ്ലാമുകളും ഒളിമ്പിക്സ് സ്വർണ്ണ മെഡലും നേടുന്നതാണ് ഗോൾഡൻ ഗ്രാൻഡ് സ്ലാം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഫ്രഞ്ച് ഓപ്പൺ പാരീസിലാണ് നടക്കുന്നത്. കളിമൺ കോർട്ടിലാണ് കളി നടക്കുന്നത്. ഓസ്ട്രേലിയൻ ഓപ്പൺ മെൽബണിലാണ് നടക്കുന്നത്. ഫ്ലിൻഡേഴ്സ് പാർക്കിലാണ് കളി നടക്കുന്നത്. വിംബിൾഡൺ ലണ്ടനിലാണ് നടക്കുന്നത്. പുൽക്കോർട്ടിലാണ് കളി നടക്കുന്നത്. US ഓപ്പൺ ന്യൂയോർക്കിലാണ് നടക്കുന്നത്. അത് ഫ്ലഷിംഗ് മഡോസിലാണ് നടക്കുന്നത്. ഡെറാഡൂൺ ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലാണ് ഡെറാഡൂൺ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ 27ാം സംസ്ഥാനമായ ഉത്തരാഖണ്ഡ് രൂപീകൃതമായത് നവംബർ 9, 2000 ഉത്തർപ്രദേശിനെ വിഭജിച്ച് രൂപീകരിച്ചതാണ് ഉത്തരാഖണ്ഡ്. സംസ്ഥാനത്തിന്റെ ആദ്യ പേര് ഉത്തരാഞ്ചൽ എന്നായിരുന്നു. ഇത് 2006 ഉത്തരാഖണ്ഡ് എന്നാക്കി മാറ്റി. ഉത്തരാഖണ്ഡ് ഹൈക്കോടതി നൈനിറ്റാളാണ്. ബദ്രിനാഥ്, ദേവപ്രയാഗ്, ഹരിദ്വാർ, ഋഷികേശ്, ഡെറാഡൂൺ, നൈനിറ്റാൽ, മസൂറി, അൽമോറ, റൂർക്കി എന്നിവ ഉത്തരാഖണ്ഡിലാണ്. ഇന്ത്യൻ മിലിറ്ററി അക്കാദമി, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്ത്യൻ പെട്രോളിയം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവ ഡെറാഡൂണിലാണ്. രാജാജി നാഷണൽ പാർക്ക്, കോർബറ്റ് ടൈഗർ റിസർവ്, നന്ദാദേവി ദേശീയോദ്യാനം എന്നിവയും ഉത്തരാഖണ്ഡിലാണ്. മഹാത്മാഗാന്ധിയെ AICC പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സമ്മേളനം? ബെൽഗാം. ബെൽഗാം സമ്മേളനത്തിൽ വെച്ചിട്ടാണ് മഹാത്മാഗാന്ധിയെ AICC പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ? അഭിനവ് ബിന്ദ്ര. അഭിനവ് ബിന്ദ്രയാണ് ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. 1920 ആന്റ്വെർപ്പ് ഒളിമ്പിക്സിലാണ് ഒളിമ്പിക്സ് ചിഹ്നം ആദ്യമായി ഉപയോഗിച്ചത്. വിദ്യാഭ്യാസം മൗലിക അവകാശമായി പ്രഖ്യാപിച്ച ഭരണഘടനാ ഭേദഗതി? 86.
86 ഭരണഘടനാ ഭേദഗതിയാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമായി പ്രഖ്യാപിച്ച ഭരണഘടനാ ഭേദഗതി. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005. 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. ധർമ്മരാജ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മ. കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് ധർമ്മരാജ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവ്. ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂറിൽ ഭരണം നടത്തിയത് ധർമ്മരാജാവാണ്. കിഴവൻ രാജ എന്നറിയപ്പെട്ടിരുന്നതും ധർമ്മരാജാവാണ്. തിരുവിതാംകൂറിൻ്റെ ആസ്ഥാനം പത്മനാഭപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ധർമ്മരാജാവാണ്. ടിപ്പു സുൽത്താൻ്റെ ആക്രമണത്തെ പ്രതിരോധിക്കാനായി നിർമ്മിച്ച നെടുങ്കോട്ട പണിതത് ധർമ്മരാജാവാണ്. ആട്ടക്കഥകൾ രചിച്ച തിരുവിതാംകൂർ രാജാവ് ധർമ്മരാജാവാണ്. ഗർഭശ്രീമാൻ, ദക്ഷിണഭോജൻ എന്നിങ്ങനെ അറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാളാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. കുടുംബശ്രീ പദ്ധതി കേരളത്തിൽ ആരംഭിച്ച വർഷം 1998. 1998 കുടുംബശ്രീ പദ്ധതി കേരളത്തിൽ ആരംഭിച്ചത്. താഴെ പറയുന്നവയിൽ ഭരണഘടനാ സ്ഥാപനമല്ലാത്തത്. പ്ലാനിംഗ് കമ്മീഷൻ. പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമല്ല. മറ്റ് ഇലക്ഷൻ കമ്മീഷൻ, ധനകാര്യ കമ്മീഷൻ, പബ്ലിക് സർവീസ് കമ്മീഷൻ ഇതെല്ലാം ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച വർഷം 1891. 1891 മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചത്. 1891 മലയാളി മെമ്മോറിയൽ പ്രക്ഷോഭം തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യവുമായി തദ്ദേശീയർക്ക് സർക്കാർ നിയമനങ്ങളിൽ അവസരം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാനാജാതി മതസ്ഥരായ 10,000-ലധികം പേർ ഒപ്പിട്ട ഹർജി ശ്രീമൂലം തിരുനാൾ രാജാവിന് സമർപ്പിച്ചു. GP പിള്ള, KP ശങ്കരമേനോൻ എന്നിവരാണ് നേതൃത്വം നൽകിയത്. 1896 ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചു. 1896 തിരുവിതാംകൂറിൽ ജന്മിക്കുടിയൻ റെഗുലേഷൻ ആക്ട് നിലവിൽ വന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്തൊരു വീഡിയോ നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. Subscribe for more videos. To get instant notification for new videos, click on the bell icon.